ഹലോ. എൻ്റെ ക്രോഷ്യോ പഠനത്തിൻ്റെ പുരോഗതിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതാണ് എൻ്റെ എന്താ പറയുക ഫസ്റ്റ് എവർ ക്രോഷ്യോ ഡോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു കളർ ഇൻവേർഷൻ ഉള്ളൊരു സ്ട്രോബെറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്ട്രോബെറിക്ക് പിന്നെ അങ്ങനെ കൃത്യമായിട്ട് ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് രക്ഷപ്പെട്ട് പോവാം കേട്ടോ. അമിഗുരുമി പാറ്റേൺസ് ട്രൈ ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. അതായത് ആ നമ്പർ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യുകയൊക്കെ വേണം. ഇതൊരു ഫ്ലവർ ഹെഡ് ബാൻഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ നമസ്വിക്ക്. ഞാൻ ഓരോരോ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് പിന്നീട് അത് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഫ്ലവർ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഇതൊരു 15 രൂപയുടെ ഒരു യാണാണ് കേട്ടോ. വളരെ കുറച്ചേ ഉള്ളൂ, അത്ര ക്വാളിറ്റിയൊന്നുമില്ല. ഞാൻ ആ ഹെയർ ബാൻഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച യാണാണ് ഇവിടെ സാധാരണ ഒരു സ്റ്റോറിൽ നിന്ന്. അങ്ങനെ നമുക്ക് പാക്കറ്റായിട്ട് കിട്ടും. പണ്ടതൊരു 8 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പോൾ 15 രൂപയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 4mm ക്രോഷ്യോ ഹുക്ക് ഞാൻ വാങ്ങിയതാണ്. എൻ്റെ അടുത്ത് കുറച്ച് വലിയ ഹുക്ക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് വാങ്ങിയതാണ് കേട്ടോ. 41 രൂപയാണ്. ഇതൊരു പോണി ബ്രാൻഡിൻ്റെയാണ്. മീഷോയിലും ഒക്കെ സെറ്റായിട്ട് കിട്ടും കേട്ടോ ക്രോഷ്യോ ഹുക്ക്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഗതിയാണ് കേട്ടോ. ഈ ഒരു ഇങ്ങനെ സ്ക്യൂഷി പോലെ പീച്ചാൻ പറ്റുന്ന ഈ സേഫ്റ്റി ഐസൊക്കെ നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. 2 എണ്ണത്തിന് 5 രൂപയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ വില. അങ്ങനെ ഈ ഹെഡ് ബാൻഡും ഈ ഒരു അമിഗുരുമിയുടെ ഒരു ചെറിയ പാറ്റേണും അതാണ് കേട്ടോ ഇപ്പം ഞാൻ പഠിച്ചിട്ടുള്ളത്.